അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലെത്തിയിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് സാമ്പിൾ കൈമാറി. മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വിട്ടു നൽകും. അഹമ്മദാബാദിൽ നിന്ന് അർജുൻ പീതാംബരനും അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽപ്പെട്ട ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഇന്നലെയാണ് കിട്ടിയത്. അതിന്റെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഉന്നതതല സമിതിയൊക്കെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാലും നമുക്കൊപ്പം ചേരും. ആദ്യം അർജുനിലേക്ക് പോകാം. അർജുൻ, കേരളത്തിനെ തീരാ നോവാണ് രഞ്ജിത എന്നുള്ള ആ യുവതി. സഹോദരൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സഹോദരനുമായി സംസാരിക്കാൻ കഴിഞ്ഞോ അർജുന്? മൃതദേഹം എപ്പോൾ കിട്ടും, നാട്ടിലേക്ക് എപ്പോൾ മടങ്ങാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞോ? ആര്യ, സഹോദരനുമായി സംസാരിച്ചു. DNA സാമ്പിൾ നൽകിയിട്ടുണ്ട്. 72 മണിക്കൂർ എടുക്കും മൃതദേഹം ലഭിച്ച് നാട്ടിലേക്ക് പോകാൻ. ആ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് വളരെ ചില നിർണായകമായിട്ടുള്ള പരിശോധനയുടെ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ വിമാനം തകർന്നു വീണ കെട്ടിടത്തിന് തൊട്ട് പുറകിലുള്ള കെട്ടിടത്തിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എയർ ഇന്ത്യ വിമാനം 171 ആ തകർച്ച, അതിനുശേഷമുള്ള അവശേഷിപ്പ് ആണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുറകിലുള്ള ആ വാലറ്റം, അവിടെ നിന്നാണ് ഇന്നലെ ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ ഈ ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ വരാൻ പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് തുറന്ന് നൽകിയിട്ടുണ്ട്. നോക്കൂ, അവിടെ DGCയുടെയും അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും വ്യോമയാന അധികൃതരുടെയും പരിശോധന നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ നിർണായകമായിട്ടുള്ള പരിശോധനകളാണ്. ഇതിനോടൊപ്പം തന്നെ NDRFിന്റെ സംഘങ്ങളും പരിശോധന നടത്തുന്നുണ്ട്. ആ കാണുന്ന മെസ്സ് ബിൽഡിങ്ങിലാണ്, ആ കെട്ടിടത്തിലാണ് ഈ വിമാനം വന്ന് താഴേക്ക് പതിച്ചത്. അതിൻ്റെ വാലറ്റം മാത്രമാണ് ഇപ്പോൾ ഈ ദുരന്തത്തിന്റെ അവശേഷിപ്പായി ബാക്കി നിൽക്കുന്നത്. അത് കത്തി അമരാതെ അവിടെ തന്നെ ബാക്കിയായി നിൽക്കുന്നു. മുൻഭാഗം മുഴുവൻ കത്തി അമർന്ന് മുന്നിലോട്ടാണ് വീണത്. ആ കെട്ടിടങ്ങളടക്കം എന്തായാലും കത്തി അമർന്ന് പോയത് നമുക്ക് ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാൻ സാധിച്ചിരുന്നു. ഇവിടെയാണ് വിമാനം താഴേക്ക് പതിച്ച ആ ഒരു ഭാഗം. നോക്കൂ, ഈ മരച്ചില്ലകളെല്ലാം തന്നെ, ആ ശിഖരങ്ങളെല്ലാം തന്നെ ഒടിഞ്ഞിട്ടുള്ള കാര്യം കൂടി ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവിടേക്ക് എത്തിയപ്പോൾ വിമാനത്തിന്റെ പുറകുവശം ഈ മരങ്ങളിലും മരച്ചില്ലകളിലെല്ലാം ഇടിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ ഭാഗത്തേക്ക് എത്തുന്നതിന് മുൻപുണ്ടായ സംഭവങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയാനുള്ളത്. എന്ത് ആണ് ഈ വിമാനം ഇത്തരത്തിൽ താഴേക്ക് പതിക്കാൻ സംഭവിച്ച ആ ഇട നൽകിയ കാര്യങ്ങൾ എന്താണ്, അതിലേക്ക് വഴിവെച്ചത് എന്താണ് തുടങ്ങിയിട്ടുള്ള നിർണായക ചോദ്യങ്ങൾ ബാക്കിയായിട്ടുണ്ട്. അതെന്തായാലും തന്നെ വളരെ വൈകാതെ നമുക്കതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളും ലഭ്യമാവും. ബ്ലാക്ക് ബോക്സിന്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ഡീകോഡിംഗ് എല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നു, നടക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോഴും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ പരിശോധനകൾ നടക്കുന്നത്. ബ്ലഡ് സാമ്പിളിൻ്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമായി ഫോറൻസിക് സംഘവും അതിൻ്റെ ബ്ലഡ് ഡിറ്റക്ഷൻ സംഘവും ഇവിടെ എത്തി പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഇപ്പോഴും കണ്ടെത്താനുണ്ടോ? കാരണം ആളുകളെ ഇപ്പോഴും കാണാനില്ല എന്നുള്ള പരാതി ആശുപത്രിയിലാകെ അലയടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് NDRF ഇപ്പോഴും ഇവിടെ വന്ന് ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വലിയ വിമാനത്തിന്റെ ബോയിങ് 787 ആകെയുള്ള ഭാഗം, ആകെ ഇപ്പോൾ അവശേഷിപ്പായി നിൽക്കുന്ന ഭാഗം മാത്രമാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 1:39 മിനിങ്ങാന്ന് ഈ കെട്ടിടത്തിന് ഇടയിലാക്കാണ് ഈ വിമാനം ഇടിച്ചു കയറിയത്. നിരവധി ആളുകൾ ഈ ഹോസ്റ്റലിനകത്തും ഈ മെസ്സിനകത്തും ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിലേക്ക് ഈ വിമാനം ഇടിച്ചു കയറി വലിയ ദുരന്തം തന്നെയുണ്ടായി. ആകെ തീ പടർന്നൊരു അഗ്നിപർവ്വതം പോലെ നിന്ന്